ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 28 മുതൽ 32 വരെയുള്ള തിരുവചന ഭാഗം. ഇന്ന് പൗരസ്ത്യ സഭകളിൽ നോമ്പാരംഭത്തിൻ്റെ ദിനമായ വിഭൂതി തിങ്കളാണ്. സാർവത്രിക സഭയിൽ ഈ ദിനം ബുധനാഴ്ചയാണ് ആഘോഷമായിട്ട് നടത്തപ്പെടുക. രണ്ട് സഭയുടെയും വളർച്ചയുടെ ഘട്ടത്തിൽ നോമ്പിനെയും ആരാധനാക്രമത്തെയും ഒക്കെ രണ്ട് വേറിട്ട ദൈവശാസ്ത്ര പശ്ചാത്തലത്തിൽ വിലയിരുത്തുന്നത് കൊണ്ട് രണ്ട് സഭാ സംവിധാനങ്ങളും തിരഞ്ഞെടുക്കുന്ന ആരാധനാക്രമ വായനകളും തിരുനാളാഘോഷങ്ങളുമൊക്കെ വ്യത്യസ്തമാണ്. 50 നോമ്പ് എന്ന അർത്ഥത്തിലാണ് സിറോ മലബാർ സഭയിൽ അല്ലെങ്കിൽ പൗരസ്ത്യ സഭകളിൽ ഈ തിങ്കളാഴ്ച തന്നെ നോമ്പാരംഭം കുറിക്കുക. ഒരു ആണ്ടുവട്ടത്തിൽ വലിയ നോൻപ് 40 ദിവസങ്ങളേ ഉള്ളൂ എന്നും എല്ലാ ഞായറാഴ്ചകളും നോമ്പിൽ നിന്ന് വിമുക്തമായി നിൽക്കേണ്ട ദിവസങ്ങളാണെന്നും അതിനുശേഷം തിങ്കൾ ചൊവ്വ ബുധൻ എന്നീ 3 ദിവസങ്ങൾ മാറ്റി നിർത്തി 7, 3, 10 ദിവസം കുറച്ച് 40 ദിവസമാണ് ലത്തീൻ ആരാധനാക്രമം അനുസരിച്ച് നോമ്പ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ 50 ദിവസം നോമ്പ് നോക്കുന്നത് കൊണ്ട് ഇന്ന് പുലർച്ചെ മുതൽ നമ്മൾ ഈ വലിയ നോമ്പിൻ്റെ പ്രാർത്ഥനകളിലേക്ക്, പരിത്യാഗത്തിലേക്ക്, ഒപ്പം ദൈവാരാധനയുടെ നിമിഷങ്ങളിലേക്കും സൽക്കർമ്മങ്ങളുടെ വഴിയിലേക്കുമൊക്കെ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിലുള്ള 50 ദിവസങ്ങൾ എത്രമാത്രം ത്യാഗപൂർവ്വം, എത്രമാത്രം താല്പര്യപൂർവ്വം ദൈവാത്മാവിന് സ്തുതിയും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് വ്യക്തിജീവിതങ്ങളിൽ എൻ്റെ അടിസ്ഥാന സത്തയിൽ മാറ്റം വരുത്തി കുറച്ചുകൂടെ നല്ല ഒരു ക്രിസ്ത്യാനായി മാറാനുള്ള ഉൾവിളി നമുക്ക് നൽകുന്നുണ്ട് ഈ ദിവസം. 51 സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് ദൈവമേ അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥനയുടെ പിന്നാമ്പുറത്ത് ഊറിയായുടെ ഭാര്യ ബേർസബയുമായിട്ടുള്ള അദ്ദേഹം ബന്ധവും, ഊറിയായുടെ കൊലയും, അതിനുശേഷം നാഥാൻ പ്രവാചകൻ വന്ന് ദാവീദിനെ തെറ്റ് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതും, അവൻ ചാക്കുടുത്ത് ചാരത്തിലിരുന്ന് തൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന തിന്മകളെ ഓർത്ത് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന നിമിഷം അദ്ദേഹം വിരചിച്ച ഈ 51 സങ്കീർത്തനം ഈ നോമ്പ് കാലത്തെ നമ്മുടെ ഏറ്റവും വലിയ പ്രാർത്ഥനാ മന്ത്രമാണ്. എത്രമാത്രം തീഷ്ണതയോടെ അത് ഉപയോഗിക്കാമോ അത്രമാത്രം തീഷ്ണതയോടെ കാണാതെ പഠിച്ചും പ്രാർത്ഥിച്ചും പാട്ടുപാടിയുമൊക്കെ ഈ ദിവസത്തെയും ഈ കാലഘട്ടത്തെയും ധന്യമാക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. നോഹയുടെ കാലത്ത് നോഹ നിനിവേ നഗരം നാശകൂമ്പാരമാകുമെന്നും ദൈവം നിനിവയെ ക്രൂരമായി ശിക്ഷിക്കുമെന്നുമുള്ള പ്രവാചക ധീരതയോടെയുള്ള സ്വരം കേട്ട് ഭീതി പൂണ്ട നിനിവേ നിവാസികൾ അവിടുത്തെ രാജാവും അവിടുത്തെ ജനങ്ങളും മാത്രമല്ല അവിടുത്തെ വളർത്തുമൃഗങ്ങളും എല്ലാം കൃത്യമായ നോമ്പിൻ്റെ ചൈതന്യത്തിലൂടെ കടന്നു പോകണമെന്ന് നിനിവേ രാജാവ് കൽപ്പിച്ചതനുസരിച്ച് നിനിവേ നാട് മുഴുവൻ ഉപവാസ ചൈതന്യത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവരുടെ കടങ്ങൾ ഇളച്ചു കൊടുത്ത് അവർക്ക് സ്വർഗം കൊടുത്തു. ഇതിൽ ക്ഷുഭിതനായ യോനായാണല്ലോ കടലിലൂടെ മറ്റൊരു വഴിക്ക് യാത്ര ചെയ്യുന്നതും തിമിംഗലം വിഴുങ്ങുന്നതും കപ്പലപകടം ഉണ്ടാകുന്നതുമൊക്കെ നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, നോമ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിത്യാഗത്തിൻ്റെയും പ്രാർത്ഥനയുടെയും സൽക്കർമ്മങ്ങളുടെയും കാലഘട്ടമാണ്. ഇന്നലെ നാം കണ്ടതുപോലെ ശരീരത്തിൻ്റെ നിഗ്രഹത്തിന് ഉപയുക്തമായ
ജീവിതശൈലി രൂപീകരിക്കാൻ ആവശ്യമായ ഒന്നാമത്തെ പ്രമാണത്തെയും അധികാര സ്ഥാനങ്ങളുടെ മുമ്പിൽ, പണത്തിൻ്റെ മുമ്പിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന, ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരു ജനതയായി രൂപാന്തരപ്പെടാതിരിക്കാൻ, പണത്തിൻ്റെ വീടെ മുയലെ പരുന്തും പറക്കില്ല എന്നുള്ള ആപ്തവാക്യമൊക്കെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ദൈവ നിഷേധത്തിൻ്റെ വഴിയിലൂടെ നടക്കാൻ ഇന്നും മനുഷ്യന് പ്രേരണ നൽകുന്ന അധികാരത്തിൻ്റെ, സുഖഭോഗങ്ങളുടെ, സമ്പത്തിൻ്റെ പ്രലോഭനവും, പേരും പ്രശസ്തിയും നേടാൻ വേണ്ടി, കയ്യടി നേടാൻ വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്ന ഈ ആധുനിക കാലഘട്ടത്തിൻ്റെ ചില യൂട്യൂബ് ബ്ലോഗർമാരെയും ചില ദൈവനിഷേധികളെയുമെല്ലാം നമ്മുടെയൊക്കെ മുമ്പിൽ വായിച്ച് കേട്ട് കടത്തിവിടാതെ ഞാനും നിങ്ങളുമൊക്കെ അതിൽ തന്നെ അതിലൊരു ഭാഗമാണ് എന്ന തിരിച്ചറിവിലേക്ക് നമ്മൾ വളരണം. എവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. പബ്ലിസിറ്റി സ്റ്റണ്ട് അത് ഇടവകയിലെ സംഘടനകൾക്കും നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കുമൊക്കെ ഏറെയുണ്ട് എന്നത് സത്യമാണ്. ഞാൻ പണിത വീട്, ഞാൻ വാങ്ങിച്ചു കൊടുത്ത ഉടുപ്പ്, ഞാൻ വാങ്ങിച്ചു കൊടുത്ത വണ്ടി, അങ്ങനെ ഓരോ കാര്യത്തെക്കുറിച്ച് നമ്മൾ മറ്റുള്ളവരെ, വാങ്ങുന്നവനെ അപമാനിക്കുകയും പേടിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അവൻ്റെ യശസ്സ് ഉയരാൻ, അവൻ്റെ അഭിമാനബോധം ഉയരാൻ ഒരിക്കലും സമ്മതിക്കാതെ പരസ്യമായി അവനെ കുറ്റവിചാരണ ചെയ്യും വിധം അവൻ്റെ പിന്നാലെ നടക്കുന്ന ശൈലിയുമൊക്കെ ഈ കാലഘട്ടത്തിൽ നമുക്കുണ്ട് എന്നത് നമുക്ക് മറക്കാതിരിക്കാം. ഈ 3 പ്രലോഭനങ്ങളെ അതിജീവിച്ചുകൊണ്ട് യേശുനാഥൻ നമുക്ക് വിഭാവന ചെയ്യുന്ന സ്വർഗരാജ്യത്തേക്ക് പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും ആത്മീയ ശുശ്രൂഷകളുടെയും പരിത്യാഗ പ്രവർത്തനങ്ങളുടെയും ഒക്കെ വഴിയിലൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് ആഗ്രഹിക്കാം. 2 മക്കളുടെ ഉപമ ഈശോ പറഞ്ഞു. ആദ്യത്തേതവൻ ഞാൻ പൊയ്ക്കോളാമെന്ന് പറഞ്ഞിട്ട് പോകാതിരുന്നതും, രണ്ടാമൻ പോകാമെന്ന് പറഞ്ഞിട്ട് പോകാതിരുന്നതും. ഇതിലാദ്യത്തെ കൂട്ടരെ ന്യായീകരിക്കുന്ന, അവൻ്റെ ചെയ്തികൾക്ക് യെസ് പാടുന്ന, ആമേൻ പറയുന്ന ജീവിതമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. ജീവിതത്തിൻ്റെ കടന്നുപോയ വഴികളിൽ എവിടെയൊക്കെയോ ദൈവത്തെ തള്ളി പറഞ്ഞിട്ടുണ്ടാകും, ദൈവത്തിൽ നിന്ന് മാറി നടന്നിട്ടുണ്ടാകും, ദൈവസ്നേഹത്തെ എതിർത്തിട്ടുണ്ടാകും, ദൈവവുമായിട്ട് ബന്ധമില്ലാതെ പോയിട്ടുണ്ടാകും, പള്ളിയിൽ പോകാതെ, സന്ധ്യാപ്രാർത്ഥന ചെല്ലാതെ, കുമ്പസാരമില്ലാതെ, ബൈബിൾ വായിക്കാതെയൊക്കെ നമ്മൾ ജീവിച്ചിട്ടുണ്ടാകും. അത്തരം മേഖലകളിലൊക്കെ ഒരു പൊളിച്ചെഴുത്ത് നടത്തി ക്രിസ്തുനാഥന് ഏറ്റവും ഹിതകരമായ ജീവിതം നയിക്കുന്നവരായി മാറാൻ നമുക്കെല്ലാവർക്കും ആഗ്രഹിക്കാം. ഈ വലിയ ആത്മീയ വിരുന്നിൻ്റെ, സന്തോഷത്തിൻ്റെ, പ്രാർത്ഥനാ മന്ത്രത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും എവർക്കും ഹൃദയപരമാർത്ഥതയോടെ നേരുന്നു. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നമ്മളെവിടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.